ഹലോ എവ്രി വൺ. ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഈ ക്ലാസ്സിൻ്റെ അവസാനം വരെ ഒന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ ലെവല് ഏറ്റവും ബേസ് മുതലുള്ളതാണെങ്കിലും കുഴപ്പമില്ല, നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കൂ കേട്ടോ. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാം. എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇത് ചെറിയൊരു സ്റ്റോറി പോലെയാണ്, പക്ഷെ ഇതൊരാളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്. എന്തൊക്കെയാണ് അതിവിടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ. ഇറ്റ് വാസ് എ മൺഡേ മോർണിംഗ്. ഇറ്റ് വാസ് എ മൺഡേ മോർണിംഗ്. ഈ വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഇറ്റ് വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു എന്നാണ്. എന്തായിരുന്നു? എ മൺഡേ, ഒരു തിങ്കളാഴ്ച മോർണിംഗ്. മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ. അപ്പോൾ ഒരു തിങ്കളാഴ്ച പ്രഭാതമായിരുന്നു, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു ആ ദിവസം. യു അണ്ടർസ്റ്റാൻഡ്? ഇറ്റ് വാസ് എ മൺഡേ മോർണിംഗ്. യു അണ്ടർസ്റ്റാൻഡ്? തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു അത്. അപ്പം അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ ഒരാൾ വരുന്നുണ്ട്. ആരാണത്? ഐഷ. ഐഷ എന്ത് ചെയ്തു? വോക്കപ്പ്. എന്താ വോക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റു എന്നാണ്. എഴുന്നേറ്റു. അപ്പോൾ ഇത് ഒരു ഫ്രേസൽ വേർബാണ്. അതിൻ്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് എന്താണ്? വേക്കപ്പ് എന്നുള്ളതാണ്. വേക്കപ്പ്. വേക്കപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഐഷ വോക്കപ്പ്. ഐഷ എഴുന്നേറ്റു. എപ്പോഴാണ് എഴുന്നേറ്റത്? ഏർലി. ഏർലി പറഞ്ഞാൽ എന്താ? നേരത്തെ. അപ്പോൾ ഐഷ വോക്കപ്പ് ഏർലി. ബിക്കോസ്, ഇനി അതിൻ്റെ കാരണം പറയാണ്. ബിക്കോസ് എന്ന് പറഞ്ഞാൽ എന്താ? കാരണം. സോ ഐഷ വോക്കപ്പ് ഏർലി ബിക്കോസ് ഷീ ഹാഡ്, അവൾക്ക് ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾക്ക് ഉണ്ടായിരുന്നു. എന്താണ് ഉണ്ടായിരുന്നത്? ആൻ ഇൻ്റർവ്യൂ. അവൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു എന്ന് പറയാനാണ് നമ്മളിവിടെ ആൻ ഉപയോഗിച്ചത്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ ഇൻ്റർവ്യൂ എന്നുള്ളത് എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഐ, അല്ലെങ്കിൽ AIOU, അല്ലെങ്കിൽ വവ്വൽ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായതുകൊണ്ടാണ് നമ്മളിവിടെ ആൻ എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അത് എണ്ണാൻ കഴിയുന്ന കാര്യമാണ്. സോ ആൻ ഇൻ്റർവ്യൂ, അവൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആർക്ക്? ഐഷക്ക്. ഓക്കെ, സോ ഐഷ വോക്കപ്പ് ഏർലി, അവൾ നേരത്തെ എഴുന്നേറ്റു. ബിക്കോസ്, കാരണം എന്താണ്? ഷീ ഹാഡ്, അവൾക്കുണ്ടായിരുന്നു. എന്താ ഉണ്ടായിരുന്നത്? ആൻ ഇൻ്റർവ്യൂ, അവൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എവിടെയാണ് ഉണ്ടായിരുന്നത്? ഇൻ കൊച്ചി. കൊച്ചിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസുകളുടെ കംപ്ലീറ്റ് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒന്നുകൂടി പറയാം. ഇറ്റ് വാസ് എ മൺഡേ മോർണിംഗ്. അതൊരു തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു. ഇറ്റ് വാസ് എ മൺഡേ മോർണിംഗ്. മനസ്സിലായില്ലേ? ഈ വാസ് എന്നുള്ളത് ആയിരുന്നു എന്നുള്ളതിനെ കാണിക്കാനാണ്. പിന്നെ എന്താ പറയണത്? ഐഷ വോക്കപ്പ്. ഐഷ എഴുന്നേറ്റു. എപ്പോഴാണ് എഴുന്നേറ്റത്? ഏർലി. ഐഷ വോക്കപ്പ് ഏർലി. കാരണം ബിക്കോസ് ഷീ ഹാഡ് ആൻ ഇൻ്റർവ്യൂ. അവൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് നമ്മളിവിടെ ഹാഡ് പറഞ്ഞത്. ഷീ ഹാഡ് ആൻ ഇൻ്റർവ്യൂ. എവിടെ ഉണ്ടായിരുന്നത്? ഇൻ കൊച്ചി. മനസ്സിലായല്ലോ? ഇനി എന്താ പറയുന്നത്? ഷീ ഹാഡ് ബീൻ വെയിറ്റിംഗ്. ഷീ ഹാഡ് ബീൻ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്തിന്? ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഈ ഒരു അവസരത്തിന് വേണ്ടി. ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ എന്താ? അവസരം. സോ ഷീ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ഫോർ എ ലോങ് ടൈം. വാട്ട് ഈസ് ഇറ്റ്? ഫോർ എ ലോങ് ടൈം. കുറേ കാലമായിട്ട് അവൾ ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അവൾ വെയിറ്റ് ചെയ്തിരുന്നു. ആരാ വെയിറ്റ് ചെയ്തിരുന്നത്? ഐഷ. ഓക്കെ, ഷീ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ഫോർ എ ലോങ് ടൈം. അപ്പോൾ അവൾ കുറേ ആയിട്ട് ഈ സംഗതി, ഈ ഒരു അവസരം വരും എന്ന് കരുതിയിട്ട് അവൾ വെയിറ്റ് ചെയ്തിരുന്നു. ഇത് പ്രസന്റ് അല്ല, പാസ്റ്റ് ആണ്. ഹാഡ് ബീൻ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. ഷീ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ഫോർ എ ലോങ് ടൈം. ഫോർ എ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ കുറേ കാലം. ഫോർ എ ലോങ് ടൈം. ഓക്കെ, ഇനി എന്താ അടുത്തത്? ഇറ്റ് വാസ് ഹെർ ഡ്രീം ജോബ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഇറ്റ് വാസ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു എന്നാണ്. എന്തായിരുന്നു? ഹെർ ഡ്രീം ജോബ്. അപ്പോൾ ഇത് ഈ ഒരു അവസരം വന്നിട്ടുള്ളത് എന്താണ്? അവളുടെ ഒരു ഡ്രീം ജോബാണ്. അവൾ സ്വപ്നം കാണുന്ന ഒരു ജോലിയാണ് ഒരവസരമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇറ്റ് വാസ് ഹെർ ഡ്രീം ജോബ്. യു അണ്ടർസ്റ്റാൻഡ്? ഇറ്റ് വാസ് ഹെർ ഡ്രീം ജോബ്. ഷീ ഗോട്ട് റെഡി. ഇത് നോക്കൂ. ഷീ ഗോട്ട് റെഡി. എന്താ ഗോട്ട് റെഡി എന്ന് പറഞ്ഞാൽ? ഗെറ്റ് റെഡി എന്ന് പറയുന്ന, അതായത് നമ്മൾ തയ്യാറാവുക, റെഡി ആവുക എന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ ഗോട്ട് റെഡി എന്ന് പറയാം. അപ്പോൾ ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ഗോട്ട് റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് ഫോമാണ്. അപ്പോൾ അവൾ തയ്യാറായി. ഷീ ഗോട്ട് റെഡി, അവൾ തയ്യാറായി
ചെക്ക്ഡ് ഹെർ ഡോക്യുമെന്റ്സ്. അവൾ എന്ത് ചെയ്തു? അവളുടെ ഡോക്യുമെന്റ്സ് എന്ത് ചെയ്തു? ചെക്ക് ചെയ്തു. ഇവിടെ ചെക്ക് എന്നല്ല പറയുന്നത്, ചെക്ക്. ഇവിടെ ഗോട്ട് റെഡി എന്നാ പറഞ്ഞത്. പിന്നെ അവിടെ അടുത്തത് നമ്മൾ പാസ്റ്റാ പറയണത്. ഗോട്ട് റെഡി, ചെക്ക് ഹെർ ഡോക്യുമെന്റ് എന്നല്ല, ചെക്ക്ഡ് ഹെർ ഡോക്യുമെന്റ്സ്. അവളുടെ ഡോക്യുമെന്റ്സുകളൊക്കെ ചെക്ക് ചെയ്തു. ആൻഡ് പിന്നെ എന്ത് ചെയ്തു? ലെഫ്റ്റ് ഹോം. വീണ്ടും ഇതൊക്കെ സെക്കൻഡ് ഫോമാണ്. ലെഫ്റ്റ് ഹോം വിത്ത് കോൺഫിഡൻസ്. അവള് ആത്മവിശ്വാസത്തോടു കൂടി വീട്ടിൽ നിന്ന് പോയി, വീട് വിട്ടു. ഓക്കെ, ഒന്നുകൂടി പറയാം. ഷീ ഗോട്ട് റെഡി, അവൾ തയ്യാറായി. ചെക്ക്ഡ് ഹെർ ഡോക്യുമെന്റ്സ്, അവളുടെ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്തു. ആൻഡ് ലെഫ്റ്റ് ഹോം വിത്ത് കോൺഫിഡൻസ്, വീട്ടിൽ നിന്ന് അവൾ ആത്മവിശ്വാസത്തോടു കൂടി പോയി. ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഡ്യൂറിങ് ദ ജേർണി. എന്താ ഡ്യൂറിങ് ദ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യാത്രയിൽ, അല്ലെങ്കിൽ ആ യാത്രയിലൊക്കെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. അപ്പോൾ ആ ഒരു സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്ത് അവൾ എന്ത് ചെയ്തു? അവൾ തോട്ട്, അവൾ ചിന്തിച്ചു. ഷീ തോട്ട്. എന്തിനെ കുറിച്ചിട്ടാണ് ചിന്തിച്ചത്? ഈ കുറിച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അബൌട്ട് എന്നുള്ളത്. അപ്പോൾ ഷീ തോട്ട് അബൌട്ട് ദി ഇൻ്റർവ്യൂ ആൻഡ് പ്രാക്ടീസ്ഡ് ഹെർ ആൻസേഴ്സ്. അപ്പോൾ ഡ്യൂറിങ് ഹെർ ജേർണി, അവളുടെ യാത്രയിൽ അവൾ എന്ത് ചെയ്തു? ഷീ തോട്ട് അബൌട്ട് ദി ഇൻ്റർവ്യൂ. അവൾ ഇൻ്റർവ്യൂവിനെ കുറിച്ച് ആലോചിച്ചു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ആൻഡ് പ്രാക്ടീസ്ഡ്. കണ്ടോ, അതൊക്കെ V2 ഫോമാണ് കേട്ടോ, സെക്കൻഡ് ഫോമാണ്. പ്രാക്ടീസ്ഡ് ഹെർ ആൻസേഴ്സ്. അവൾ അവളുടെ ഉത്തരങ്ങൾ എന്ത് ചെയ്തു? പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തു. ഒന്നുകൂടി പറയാം. ഡ്യൂറിങ് ദ ജേർണി, യാത്രയിൽ അവൾ എന്ത് ചെയ്തു? ഷീ തോട്ട് അബൌട്ട് ദി ഇൻ്റർവ്യൂ. അവൾ ആ ഇൻ്റർവ്യൂവിനെ കുറിച്ച് ആലോചിച്ചു. ആൻഡ് പ്രാക്ടീസ്ഡ് ഹെർ ആൻസേഴ്സ്. അവൾ അവളുടെ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്തു. പിന്നെന്താ? ഷീ ഹാഡ് പ്രിപ്പയർഡ്. ഇതിൻ്റെ അർത്ഥം എന്താ? അവൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. ഷീ ഹാഡ് പ്രിപ്പയർഡ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അവൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിന്? ഈ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടേ. ഷീ ഹാഡ് പ്രിപ്പയർഡ്. ഹാഡ് പ്ലസ് V3 ഫോമാണ് അല്ലേ. ഷീ ഹാഡ് പ്രിപ്പയർഡ്. എങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? വെൽ. വെൽ എന്ന് പറഞ്ഞത് നന്നായിട്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഷീ ഹാഡ് പ്രിപ്പയർഡ് വെൽ ഫോർ മെനി വീക്സ്. എന്താണ് പറഞ്ഞാൽ ഒരുപാട് ആഴ്ചകളോളം അവൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആര് പ്രിപ്പയർ ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്? ആരാണ് പ്രിപ്പയർ ചെയ്തത്? അവരെ പേര് നമ്മൾ പറഞ്ഞു, ഐഷ അല്ലേ. ഐഷ ഹാഡ് പ്രിപ്പയർഡ് വെൽ അല്ലേ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ മെനി വീക്സ്, ഒരുപാട് ആഴ്ചകളോളം അവൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. ഓക്കെ, ഷീ ഹാഡ് പ്രിപ്പയർഡ് വെൽ ഫോർ മെനി വീക്സ്. ഓൾ റൈറ്റ്. സോ ദ നെക്സ്റ്റ് വൺ, വെൻ ഷീ റീച്ച്ഡ്. വെൻ ഷീ റീച്ച്ഡ്. എന്താ ഈ വെൻ ഷീ റീച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷീ റീച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എത്തിയെന്നാണ്. വെൻ ഷീ റീച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എത്തിയപ്പോൾ, അപ്പോൾ എന്നൊക്കെ പറയില്ലേ. സോ വെൻ ഷീ റീച്ച്ഡ് എവിടെ? ദ ഇൻ്റർവ്യൂ വെന്യൂ, അതായത് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് അവിടെ എത്തിയപ്പോൾ. വെൻ ഷീ റീച്ച്ഡ് ദി ഇൻ്റർവ്യൂ വെന്യൂ. ആ ഇൻ്റർവ്യൂ വെന്യൂ, അതായത് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത്, വെന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം കേട്ടോ, സംഭവം നടക്കുന്ന സ്ഥലം. ഷീ ഗ്രീറ്റഡ് എവ്രി വൺ അല്ലേ. എന്താ ഗ്രീറ്റഡ് എന്ന് പറഞ്ഞാൽ? അതിൽ ഒരുപാട് പാസ്റ്റ് ഫോമുകളാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ്, തേർഡ് ഫോം ഓഫ് ദ വെർബ് ആണ്. കാരണം അത് കഴിഞ്ഞൊരു കാര്യത്തെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. സോ ഷീ ഗ്രീറ്റഡ്, അവൾ എല്ലാവരെയും ഗ്രീറ്റ് ചെയ്തു അല്ലേ. നമ്മൾ അഭിവാദ്യം ചെയ്യാന്ന് പറയില്ലേ, ഗ്രീറ്റ് എന്നല്ല പറഞ്ഞത്, ഗ്രീറ്റഡ്. ഷീ ഗ്രീറ്റഡ് എവ്രി വൺ വിത്ത് എ സ്മൈൽ. എങ്ങനെയാണ് അവൾ മറ്റുള്ളവരെ അഭിവാദ്യം ചെയ്തത്? വിത്ത് എ സ്മൈൽ, ഒരു ചിരി കൊണ്ട്, പുഞ്ചിരി കൊണ്ടാണ് അവൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തത്. ഓക്കെ, വൺസ് അഗൈൻ, when she reached the interview venue, അവൾ ഇന്റർവ്യൂ വെന്യൂവിൽ എത്തിയപ്പോൾ she greeted everyone, അവൾ എല്ലാവരെയും ഗ്രീറ്റ് ചെയ്തു with a smile, ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് അവൾ എല്ലാവരെയും ഗ്രീറ്റ് ചെയ്തു. അടുത്തത്, she answered the questions calmly and confidently. she answered, കണ്ടോ V2 ഫോം. അവൾ ആൻസർ ചെയ്തു, ഉത്തരം പറഞ്ഞു. എന്തിന്? ദ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് അവൾ ഉത്തരം പറഞ്ഞു അല്ലേ. എങ്ങനെയാണ് പറഞ്ഞത്? കാംലി, സമാധാനപരമായിട്ട്. ആൻഡ് കോൺഫിഡൻ്റ്ലി, കാമായിട്ടും അതുപോലെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടും അവൾ ചോദ്യങ്ങളെ നേരിട്ടു, അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് അവൾ ഉത്തരം കൊടുത്തു. ഷീ ആൻസേർഡ് ദ ക്വസ്റ്റ്യൻസ് കാംലി ആൻഡ് കോൺഫിഡൻ്റ്ലി, കാമായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും. ഓക്കെ, അത് ആഡ് വേർബ് എന്ന് അതിന് പറയട്ടോ. നമ്മൾ ഈ ലി എന്നൊക്കെ പറഞ്ഞു വരുന്നതൊക്കെ മിക്കവാറും ആഡ് വേർബുകളായിരിക്കും. കാമായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും ചോദ്യങ്ങൾക്കൊക്കെ അവൾ ഉത്തരം പറഞ്ഞു, അല്ലെങ്കിൽ ഉത്തരം കൊടുത്തു. ദ ഇൻ്റർവ്യൂ വെൻറ്റ് വെരി വെൽ. കണ്ടോ, ദി ഇൻ്റർവ്യൂ വെൻറ്റ് വെരി വെൽ. എന്താ വെരി വെൽ എന്ന് പറഞ്ഞാൽ? നന്നായിട്ട്, ഇൻ്റർവ്യൂ വളരെ നന്നായിട്ട് പോയി, അത് നന്നായിട്ട് ചെയ്തു, നന്നായിട്ട് നടന്നു. ദ ഇൻ്റർവ്യൂ വെൻറ്റ് വെരി വെൽ. വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ. ഇൻ്റർവ്യൂ നന്നായിട്ട് നടന്നു, നന്നായിരുന്നു. ഓക്കെ, ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ്. എന്താ ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ? കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം. After a few minutes, the interviewer called her back.
കുറച്ച് സമയത്തിന് ശേഷം ഇന്റർവ്യൂവർ അവളെ തിരിച്ചു വിളിച്ചു. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് സമയത്തിന് ശേഷം ദി ഇന്റർവ്യൂവർ കോൾഡ് ഹെർ ബാക്ക്. ഇന്റർവ്യൂവർ അവളെ തിരിച്ചു വിളിച്ചു. ദേ ടോൾഡ് ഹെർ, അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? ദേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്റർവ്യൂവേഴ്സ് ആണ് കേട്ടോ. ദേ ടോൾഡ് ഹെർ, അവളോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദാറ്റ് ഷീ ഹാഡ് ബീൻ സെലക്റ്റഡ് ഫോർ ദ ജോബ്. എന്താണ് അവളോട് പറഞ്ഞത്? ദ ഇന്റർവ്യൂവേഴ്സ് ദേ ടോൾഡ് ഹെർ ദാറ്റ് ഷീ ഹാഡ് ബീൻ സെലക്റ്റഡ് ഫോർ ദ ജോബ്. എന്താണ് പറഞ്ഞ? അവർ ഇവളോട് പറഞ്ഞ എന്താണ്? നിങ്ങളെ ജോലിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒന്നുകൂടി പറയാം. ദേ ടോൾഡ് ഹെർ ദാറ്റ് ഷീ ഹാഡ് ബീൻ സെലക്റ്റഡ് ഫോർ ദ ജോബ്. അവളെ ജോലിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഷീ ഹാഡ് ബീൻ സെലക്റ്റഡ് ഫോർ ദ ജോബ്. ഷീ ഫെൽറ്റ് വെരി ഹാപ്പി. ഷീ ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ അവൾക്ക് തോന്നി. എന്താ തോന്നിയത്? വെരി ഹാപ്പി, നല്ല സന്തോഷം തോന്നി. ഷീ ഫെൽറ്റ് വെരി ഹാപ്പി ആൻഡ് താങ്ക്ഡ് ദ ഇന്റർവ്യൂ പാനൽ. അവൾ എന്ത് ചെയ്തു? ഇന്റർവ്യൂ പാനലിന് നന്ദി പറഞ്ഞു. താങ്ക്ഡ്. ഷീ താങ്ക്ഡ് ദി ഇന്റർവ്യൂ പാനൽ. ഷീ കോൾഡ് ഹെർ പാരൻസ്. അവൾ എന്ത് ചെയ്തു? ഷീ കോൾഡ് ഹെർ പാരൻസ്. അവൾ അവളുടെ പാരൻസിനെ വിളിച്ചു. ആൻഡ് ഷെയർഡ് ദ ഗുഡ് ന്യൂസ്. എന്നിട്ട് എന്ത് ചെയ്തു? അവൾ നല്ല വാർത്ത, അതെ എന്താണ് നല്ല വാർത്ത? അവളെ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്തിട്ടുള്ള സംഗതി അല്ലേ? അപ്പോൾ ആ വാർത്ത അവരുമായിട്ട് ഷെയർ ചെയ്തു. ഓക്കെ, ഇറ്റ് വാസ് വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഓഫ് ഹെർ ലൈഫ്. അപ്പോൾ അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഒന്നായിരുന്നു അത് എന്നാണ് പറയണത്. ഇറ്റ് വാസ് വൺ ഓഫ് ഹെർ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഹെർ ലൈഫ്. അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഒന്നായിരുന്നു അത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ ആൻസർ പറയുക. നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. എൻ്റെ കൂടെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഒന്നാമത്തെ സെൻറ്റൻസ് പറയുന്നത് ഇറ്റ് വാസ് എ മൺഡേ മോർണിംഗ് എന്നുള്ളതാണ്. അതൊരു മൺഡേ മോർണിംഗ് ആയിരുന്നു. മൈ ക്വസ്റ്റ്യൻ ഈസ്, വാസ് ഇറ്റ് എ മൺഡേ മോർണിംഗ് ഓർ എ സൺഡേ മോർണിംഗ്? വാട്ട്സ് യുവർ ആൻസർ? You have the answer here. It was a Monday morning. Was it a Monday morning? Yes, it was a Monday morning. Okay, that's okay. So Aisha woke up early. My question, who woke up early? What's your answer? Aisha woke up early. Who woke up early? Aisha. Aisha woke up early. Okay, because she had an interview in Kochi. My question, why did Aisha wake up early? Why did Aisha wake up early? What's your answer? Because she had an interview in Kochi. Because she had an interview in Kochi. My question again, who had an interview in Kochi? What's your answer? Aisha had an interview in Kochi. My next question, who woke up early? What's your answer? You have the answer over here. Who woke up early? Aisha woke up early. What day it was? It was a Monday morning, right? Okay, so she had been waiting for this opportunity for a long time. Had she been waiting for this opportunity for a long time? My question is this, had she been waiting for this opportunity for a long time? What's your answer? Yes, she had been waiting for this opportunity for a long time. നിങ്ങൾ സ്പോക്കൺ ടോണിൽ പറയാൻ ശ്രമിക്കുക കേട്ടോ. Had she been waiting? Yes, she had been waiting for this opportunity for a long time. Okay, Aisha had been waiting for this opportunity for a long time. You understood? Okay, so she had been waiting for this opportunity for a long time. Okay, it was her dream job. My question again, was it her dream job? What's your answer? Was it her dream job? Yes, it was her dream job. Whose dream job it was? It was Aisha's dream job. It was Aisha's dream job. Okay, again, was it her dream job? Yes, it was her dream job. Who was her here? Her എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? Her എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഷയാണ്, right? You know that. Okay, she got ready, checked her documents and left home with confidence. Okay, what did she do then? What did she do then? Okay, she got ready, checked her documents.
and left home with confidence. She got ready. Who got ready? Aisha got ready, and Aisha checked her documents, and she left home with confidence. എന്നിട്ട് അവൾ ആത്മവിശ്വാസത്തോടു കൂടി വീട്ടിൽ നിന്ന് പോയി. Okay, once again, Aisha got ready, Aisha checked her documents, and she left home with confidence. Okay. Okay, during the journey, she thought about the interview and practiced her answers. So my simple question, during her journey, what did she do? During her journey, what did Aisha do? What is the answer? During her journey, she thought about the interview and practiced her answers. What did she do? During her journey, she thought about the interview and practiced her answers. Once again, during the journey, what did she do? During the journey, she thought about the interview and practiced her answers. During the journey, she thought about the interview and practiced her answers. So who did all this? It was Aisha, right? Now she had prepared well for many weeks. So this is the next one. She had prepared well for many weeks. She had prepared well for many weeks. Had she prepared well for many weeks? Yes, she had prepared well for many weeks. Who had prepared well for many weeks? It was Aisha. Aisha had prepared well for many weeks. She had prepared well for many weeks. Repeated ആയിട്ട് പറയാട്ടോ. When she reached the interview venue, she greeted everyone with a smile. What happened, or what did she do when she reached the interview venue? What's your answer? What did she do when she reached the interview venue? When she reached the interview venue, she greeted everyone with a smile. What did she do? What did she do when she reached the interview venue? When she reached the interview venue, she greeted everyone with a smile. Spoken ആയിട്ട് നിങ്ങൾ സംസാരിച്ചു നോക്കുക കേട്ടോ. What did she do? When she reached the interview venue, she greeted everyone with a smile. Okay, it was Aisha. We're talking about Aisha and her interview experience. Okay, so that's fine. Then she answered the questions calmly and confidently. How did Aisha answer her questions? How did Aisha answer the questions? What's your answer? She answered the questions calmly and confidently. She answered the questions calmly and confidently. Okay, the interview went very well. How did the interview go? How did the interview go? The interview went very well. After a few minutes, the interviewer called her back. What happened after a few minutes? What happened after a few minutes? After a few minutes, the interviewer called her back. What happened after a few minutes? After a few minutes, the interviewer called her back. They told her that she had been selected for the job. They told her that she had been selected for the job. അവരെന്താണ് അവളോട് പറഞ്ഞത്? They told her that she had been selected for the job. അവളെ ജോലിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർ അവളോട് പറഞ്ഞു. Okay, she had been selected for the job. She felt very happy and thanked the interview panel. She felt very happy. What was her feeling at that time? She felt very happy and thanked the interview panel. She thanked the interview panel. Okay, she called her parents and shared the good news. Then what did she do? What did she do after that? She called her parents and shared the good news. അല്ലേ, അവളുടെ പാരൻസിനെ വിളിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, that I was selected or had been selected for the job role എന്നൊക്കെ അവളുടെ പാരൻസിനോട് പറഞ്ഞു. She called her parents and shared the good news. It was one of the happiest days of her life. It was one of the happiest days of her life. How was that day for her? It was one of the happiest days of her life. അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഞാൻ ഈ ചെയ്ത പ്രാക്ടീസ് നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തു വെക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് നിങ്ങൾക്ക് കേൾക്കാവുന്ന രൂപത്തിൽ തന്നെ നന്നായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഞങ്ങൾക്ക് 1-on-1 ആയിട്ടുള്ള ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. ഒരു ദിവസം ഒരു 30-40 മിനിറ്റ് നിങ്ങൾക്ക് സ്പീക്കിംഗ് പ്രാക്ടീസ് ഉണ്ടാവും. അപ്പോൾ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. Thank you. I'll be back soon again with another useful class.
ബൈ ഫോർ നൗ.